ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫോർത്ത് സെമ്മിലെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പേപ്പറിന്റെ ഭാഗമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് നമ്മൾ അവിടെ പോയത്. ഈ ഒരു വിസിറ്റിന്റെ ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തേക്കൊക്കെ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇന്നാണ് കേട്ടോ പോകാൻ പറ്റി. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബസ് പിടിച്ച് നമ്മൾ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നമ്മൾ പുതുമണവാട്ടി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കില്ല കേട്ടോ. നമ്മൾ KSRTC സ്റ്റാൻഡ് അങ്ങോട്ട് നടന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കുളം കണ്ടത്. മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മളത് നോക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മാനാഞ്ചിറ എത്തുമ്പോൾ കറക്റ്റ് നമുക്ക് പ്രിയദർശിനി കിട്ടി. ഗൈസ്, സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണെങ്കിലും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 9 പേർക്കും നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടി. വെളിമാട് വന്ന് ബസ് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയ സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ പള്ളിയാണ് കണ്ടത്. അവിടുന്ന് കുറച്ച് നമ്മൾ താഴേക്ക് നടന്നു. പിന്നെ നമ്മൾ ജെൻഡർ പാർക്ക് എന്നുള്ളൊരു ബോർഡ് കണ്ടു. അതിനുള്ളിലാണ് കേട്ടോ ഈ ഒരു ഓൾഡ് ഏജ് ഹോം ഒക്കെ വരുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറെ അമ്മമാരിരുന്നിട്ട് ചക്ക ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ചക്കച്ചോളൊക്കെ തന്നു. പല കാരണങ്ങൾ കൊണ്ടും പല സിറ്റുവേഷനും കൊണ്ടും ഒക്കെ എത്തിപ്പെട്ടവരാണ് കേട്ടോ അവിടെ ഉള്ളവര്. പിന്നെ നമ്മൾ അധികം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ നിന്നിട്ടില്ല. നമ്മൾ പോകുമ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന പോലെ കുറച്ച് നല്ല സമയം നമ്മൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്തു. സത്യം പറയാലോ, വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാൻസ്, പാട്ട് ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, അവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾഡ് ഏജ് ഹോമിൽ പിന്നെ നമ്മൾ പോയത് ആശാഭവനിലേക്കാണ്. അത് അതിനടുത്ത് നിന്ന് കുറച്ചുകൂടെ നടക്കാനേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഓൾഡ് ഏജ് ഹോം മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ആളുകളെ ടേക്ക് കെയർ ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. ആശാഭവനിൽ എത്തിയപ്പോൾ അവർ നമ്മൾ നല്ലൊരു വെൽക്കമിങ് ഒക്കെ ചെയ്യും. നമുക്ക് ചായയും ചെറിയൊരു സ്നാക്സ് ഒക്കെ തന്നു കേട്ടോ. അതിനുശേഷം അവിടുത്തെ ഇൻമേറ്റ്സിന്റെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളും കുറച്ച് പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. ശരിക്കും ഇത് അവർക്കും നമുക്കും ഒരുപോലെ ഹാപ്പിനെസ് തന്നൊരു കാര്യമായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 ആവാറാകുമ്പോൾ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.